സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോണത് 10th സ്റ്റാൻഡേർഡ് മാത്സ് NCERT ടെക്സ്റ്റിലെ 8th ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. 10. ഓക്കെ, കുറേ പ്രാവശ്യം പറഞ്ഞു അതൊക്കെ പഠിച്ചു. ഓക്കെ, നോക്കാം. കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ എന്തുവാടാ? ഇൻ ട്രയാങ്കിൾ PQR റൈറ്റ് ആംഗിൾ അറ്റ് Q, പിന്നെ PR plus QR is equal to 25 centimeter and PQ is equal to 5 centimeter. Determine the values of sin P, cos P and tan P. Simple. ഇതുവരെ ചെയ്യാത്ത വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കാം നമുക്ക്, കാരണം ഇതുപോലത്തെ പാറ്റേൺസിലെ ക്വസ്റ്റ്യൻ ഞാൻ പരീക്ഷ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫോക്കസോടെ ചെയ്യാം. നമുക്ക് വൃത്തിയായിട്ട് നോക്കി പോവാം. എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മുടെ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് തന്നെ ചോദിച്ചോണം കേട്ടല്ലോ, വൃത്തിയായിട്ട് ചോദിച്ചോണം, പഠിച്ചിട്ടേ പോകത്തുള്ളൂ. നോക്കിയേ, ഇത് Q ആണെന്ന് പറയുന്നുണ്ട്. റൈറ്റ് ആംഗിൾ അറ്റ് Q ഇത്ര സെറ്റാണല്ലോ. Pയും Rഉം എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് മെൻഷൻ ചെയ്ത് അങ്ങ് എഴുതി വെക്കാം. ആദ്യം ഗിവൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാം. അപ്പം നമുക്ക് എന്താ എഴുതാം? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? PQ is equal to 5 centimeter. Given. അതെ, പിന്നെ PR plus QR is equal to 25 centimeter. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി ഇവിടെ തരാത്ത ഒരു കാര്യം നമുക്ക് തന്നേക്കുന്ന കാര്യം നമുക്ക് ഇവിടെ എഴുതാം, അല്ലെ? 5 സെന്റിമീറ്റർ. ഇവിടെ തരാത്തത് രണ്ട് സൈഡാണ്, ഇതും തന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ പിയുടെ ബേസിൽ അല്ലേ പറയേണ്ടത്. നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ സൈൻ P, കോസ് P അല്ലെ? P ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ P ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ Pന്റെ ബേസിൽ പറയുവാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇല്ല, ഓപ്പോസിറ്റ് ഇല്ല, നമുക്ക് ആകെപ്പാടെ ഉള്ളത് അഡ്ജസന്റ് മാത്രമാണ്. അപ്പം ഇത്രയും നേരവും നമുക്ക് എന്തുണ്ടായിരുന്നു? രണ്ട് സാധനം എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് എന്തില്ല? ഇത് രണ്ടും നമുക്ക് ഡയറക്റ്റ് അങ്ങ് തന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒരു സാധനത്തിന് എക്സാക്റ്റ് അങ്ങ് എടുക്കുക. അപ്പം നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഹൈപ്പോട്ടന്യൂസിനെ എക്സാക്റ്റ് എടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ PR നമ്മൾ എക്സാക്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ലെറ്റ് PR is equal to X. ഓക്കെ, X സെന്റിമീറ്ററോ അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ PR നമ്മൾ എക്സാക്റ്റ് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് QR എന്ത് കിട്ടും നോക്കിയാൽ ഇവിടെ പറയുന്നുണ്ട്. PR-ഉം QR-ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുന്നത്. അപ്പം നമുക്ക് PR-ൻ്റെ അവിടേക്ക് നമ്മൾ എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് QR എന്ന് പറയുന്നതാണ് 25 അല്ലേ? അപ്പോൾ ഈ എക്സിനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് അല്ലേ, ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പം എന്തെങ്കിലും നോക്കിയേ, QR is equal to 25 മൈനസ് എക്സ് എന്ന് വരും. ഇത് സെറ്റ് ആണല്ലോ. അപ്പം നമ്മൾ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പം ഹൈപ്പോട്ടന്യൂസ് എത്രയാ? നമുക്ക് എക്സ് കിട്ടി. QR എത്രയാ? അല്ല, ഓപ്പോസിറ്റ് എത്രയാ? 25 മൈനസ് എക്സ് എന്നും കിട്ടി. അതും ശരിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റായി. അപ്പം നമ്മൾ ഇപ്പം അറിയാത്ത ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. എക്സും കൂടെ വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പം നമ്മൾ വൃത്തിയായിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ ഇപ്പം, ഇതുവരെ ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പൈതഗോറസ് തിയറം അങ്ങ് അപ്ലൈ നോക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്ക് എന്തുവായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പോവാ. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാ എഴുതിയിരിക്കുന്നത് ഇവിടെ? എക്സ് അല്ലേ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എത്രയാ? 5 സ്ക്വയർ പ്ലസ് എത്രയാ? 25 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ കണ്ടോ, കാരണം അത് ഒരു നമ്പറാണ്. 25 മൈനസ് എക്സ് എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അപ്പോൾ അതിനെ ഹോൾ സ്ക്വയർ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. എന്ന് വെച്ചാൽ 5 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 25. ഇവിടെ നോക്കിയടാ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. ഏതാണ്? A മൈനസ് B ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്കിവിടെ നിന്ന് എഴുതാം A മൈനസ് B ഹോൾ സ്ക്വയർ. എന്തുവായിരുന്നു ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മ കാണത്തില്ലായിരിക്കും. നന്നായിട്ട് നോക്കിയേ, A മൈനസ് B ഹോൾ സ്ക്വയർ. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്തുവാ? അല്ലെങ്കിൽ 8ഉം മുമ്പത്തെ ക്ലാസ്സിൽ എല്ലാം പഠിച്ചതാണ്. എന്തുവാ? A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അല്ലെങ്കിൽ നമുക്കിതിനെ വേറൊരു രീതിയിൽ എഴുതാം, A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് മൈനസ് 2AB എന്നും വിളിക്കാം. ഓക്കെ, ഇത് രണ്ട് രീതിയിലും സെയിം ആണ്. ഓക്കെ, നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കുന്നത് ആ രീതി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഈ ഐഡൻറ്റിറ്റിയിൽ ഏത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. സെയിം തന്നെ, ഞാൻ ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. ഇപ്പോൾ ബീനെ ഇങ്ങോട്ട് ജസ്റ്റ് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ ആയത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. ഞാൻ എഴുതാൻ പോവാണ്
25 സ്ക്വയർ എയുടെ സ്ക്വയർ വേണം അല്ലേ. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഇതാണ് എടുക്കുന്നത് കേട്ടോ. സോ എൻ്റെ സ്ക്വയർ എത്ര 25ൻ്റെ ഹോൾ സ്ക്വയർ. ഇനി -2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാ 25 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാ എക്സ്. പിന്നെ പ്ലസ് ആണ് അല്ലേ, പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് ഇനി സോൾവ് ചെയ്യാം. ഇപ്പോൾ എത്ര ആയിട്ടൂടാ ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 പ്ലസ് ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 25ൻ്റെ സ്ക്വയർ എത്രയാ അറിയാവോ 625. ഇനി ഇതെല്ലാം കൂടെ അങ്ങ് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും മൈനസ് ഇതിനോട് ഇൻറ്റു ചെയ്യുമ്പോൾ 50 കിട്ടും അല്ലേ. ഇൻറ്റു എക്സ് 50x എന്ന് കിട്ടി. ഇനി പ്ലസ് എത്ര നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയേ. ഇത് സോൾവ് ചെയ്യാൻ പറ്റും, ഇതിനോട് അങ്ങ് പ്ലസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ ഞാൻ സ്റ്റെപ്പ് ഒന്ന് അത്യാവശ്യം വിശദീകരിച്ച് എഴുതുവാണ്, നിങ്ങൾ അത്യാവശ്യം ഷോർട്ടാക്കി ചെയ്യാൻ പറ്റും ഷോർട്ടാക്കി ചെയ്യാം. ഇവിടെ നോക്കിയിടാം, ഇതിനോട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 650 എന്ന് കിട്ടും മൈനസ് 50x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. എന്ന് നോക്കിയേ ഈ എക്സ് സ്ക്വയറിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും മൈനസ് ആവും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതങ്ങ് പോയില്ലേ. അപ്പോൾ ബാക്കി എന്തുണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ പോകും. പിന്നെ ബാക്കി എന്തുണ്ട് 650 മൈനസ് 50x ഉള്ളൂ. അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞപ്പോൾ ലാസ്റ്റ് 0 മാത്രം കിട്ടി. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി കിട്ടി. എന്ത് കിട്ടി നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എന്തുവാ, ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. എന്ത് കിട്ടി 650 മൈനസ് 50x എന്ന് പറയുന്നത് 0 ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈക്വൽ ടു 0 അപ്പുറത്തോട്ട് ഞാൻ മാറ്റി. ഇനി നമുക്ക് 650നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഓരോ സാധനത്തിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും മൈനസ് 50x ഈക്വൽ ടു മൈനസ് 650 എന്ന് കിട്ടി. ഇനി ഈ മൈനസ് 50xനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും ഡിവൈഡ് ആവും. അപ്പം മൈനസ് 650 ബൈ മൈനസ് 50 എന്ന് കിട്ടി. ഈ മൈനസും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, 0യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എക്സ് ഈസ് ഈക്വൽ ടു 65 ബൈ എന്തുവാ 5 ആണ്. 60/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 13 കിട്ടും. 13 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് എക്സ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കൊണ്ട് നമുക്ക് എന്ത് കിട്ടി ആക്ച്വലി ഹൈപ്പോട്ടനസ് കിട്ടി അല്ലേ. ഇത്രത്തിന് വേണ്ടിയാണ് നമ്മളെങ്ങനെ എക്സ് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയത്. അപ്പോൾ ഹൈപ്പോട്ടനസ് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടനസ് എത്രയാ 13 കിട്ടി. ഇനി ഹൈപ്പോട്ടനസ് 13 ആണെന്ന് വെച്ചോ, നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. നോക്കിയേ ഹൈപ്പോട്ടനീസും സംതിങ്ങും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കിയാൽ മതി അല്ല, ഇത് നോക്കിയാൽ മതി. മൈനസ് ചെയ്യുമ്പോൾ അത് തന്നെ എന്ന് വെച്ചാൽ QR കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം 25 ന്ന് 13 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും QR എന്ന് പറയുന്നത് 12 കിട്ടി. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 12 കിട്ടി. സെറ്റ് അല്ലേ. അപ്പം 12 13 5. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് സൈൻ പി കോസ് പി ടാൻ പി കണ്ടുപിടിക്കാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുവാണേ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് സൈൻ പി. സൈൻ പി ഈസ് ഈക്വൽ ടു എന്തുവാടാ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എത്രയാ ഓപ്പോസിറ്റ് എത്രയാ 12 ആണ് അല്ലേ, പിയുടെ ബേസിലാണ്. അപ്പം ഓപ്പോസിറ്റ് 12 ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാ 13. ഇനി അടുത്ത എന്തുവാടാ കോസ് പി. കോസ് പി എത്രയാ കോസ് എന്ന് പറഞ്ഞാൽ adjacent by hypotenuse. ഓക്കെ, എത്രയാ adjacent എത്രയാ 5 ബൈ ഹൈപ്പോട്ടനസ് എത്രയാ 13. പിന്നെ എന്തുവാ നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കണ്ടേ ടാൻ പി എന്തുവാ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. എത്രയാ ഓപ്പോസിറ്റ് എത്രയാ 12 ബൈ അഡ്ജസന്റ് എത്രയാ 5. നമുക്ക് ആൻസേഴ്സ് എല്ലാം കിട്ടിയില്ലേ, വൃത്തിയായിട്ട് കിട്ടി. ഇത്രേ ഉള്ളൂ. ആകെപ്പാടെ ഒരു സാധനം വരുന്നത് എന്തുവാ ആ പൈതഗോറസ് തിയറത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു എക്സിറ്റ് കൊടുക്കുന്നതാണ്. ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുന്നതും കൂടെ വരുന്നു. ഐഡന്റിറ്റി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ മൈനസ് വേണേൽ ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ടു നോക്കുക. നമ്മൾ അത്യാവശ്യം മനസ്സിലായല്ലോ അല്ലേ, ഡൗട്ടൊന്നും ഇല്ലല്ലോ, സെറ്റല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കുക, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കുക, അപ്പോൾ പിന്നെ സെറ്റാവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സസൈസിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. അപ്പം നമുക്ക് ലാസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.